ഹായ്. ആ, ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് ചെറിയ ചെറിയ വിഷയങ്ങൾ കൂടിയുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ്. അപ്പോൾ അതിന് ടൈറ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തീരാൻ നേരത്തെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും വിഷയം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഉദാഹരണം വെറുതെ അങ്ങ് പറയുകയാണ്. കാരണം ഉദാഹരണം ആദ്യമേ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അത് പറയാൻ വിട്ടുപോകും. അത്ര പറയുമ്പം അങ്ങോട്ട് അത്ര അപ്രധാനമാണെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പം അങ്ങ് വിട്ടുപോകും. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ വീടുകളിൽ പഴയ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരും. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ കൃത്യമായ കാര്യം പറയല്ല, ഒരു മെഷീനിലിട്ട് അതെല്ലാം കൂടെ അരച്ച് അതുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതു ഏർപ്പാട്. അപ്പോൾ ഈ പഴയ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി മെഷീനിലിട്ട് അരച്ച് പുതിയൊരു ഉൽപ്പന്നം അതൊരു കസേരയാകാം, മേശയാകാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാകാം. അപ്പോൾ അതുണ്ടാക്കി വന്ന് നമ്മൾ കഴിയുമ്പോഴത്തേന് നമുക്കറിയാം, ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കുപ്പി വാട്ട സാധനങ്ങളൊക്കെ അരച്ച് കലക്കി ഒരാൾ ഒരു മേശയോ കസേരയൊക്കെ ഉണ്ടാക്കി എന്നിരിക്കട്ടെ. അപ്പോൾ ആ മേശയും കസേരയും കണ്ടു കഴിയുമ്പോഴത്തേനും പ്രത്യക്ഷത്തിൽ ഒന്നും തോന്നുന്നില്ലെങ്കിൽ പോലും ഈ കുപ്പിയും പാട്ടയൊക്കെ കൊണ്ടുപോയിട്ടാണല്ലോ ഇതുണ്ടാക്കിയത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവുക സ്വാഭാവികമാണല്ലോ. നമ്മളാണെങ്കിലും അങ്ങനെ വിചാരിച്ചു പോകുമല്ലോ, കാരണമൊന്നുമില്ലെങ്കിൽ പോലും. ഇപ്പോൾ ഇതൊരു ഉദാഹരണം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹിബോൺ 25 എന്ന് പറഞ്ഞ ഒരു പുതിയ ഷോർട്ട് ഫിലിം ചെയ്യുന്നതായിട്ട് ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 25ാമത്തെ ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമെന്ന് പൊതുവായിട്ടൊരു ആൾക്കാരൊക്കെ ചുമ്മാ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ജസ്റ്റ് ഒരു ത്രില്ലിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് മൊബൈലിലൊക്കെ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന് പ്രത്യേകിച്ച് എന്തൊരു ഇതുണ്ടാക്കാനാണ്? പ്രത്യേകിച്ചൊരു സ്പെഷ്യാലിറ്റി ഒന്നും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കണം എനിക്ക് എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും കുറഞ്ഞ പക്ഷം 2 ആഴ്ചയായിട്ട് ഒരു കഥയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ആഴ്ചയായിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ടും എനിക്ക് ഇന്ന് രാവിലെയാണ് ഒരു കഥ കിട്ടുന്നത്. അപ്പോൾ അത് ഈ 2 ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, കണ്ടോ, ഒരു കഥയ്ക്ക്, ഒരു സാധാരണ മൊബൈലിൽ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൻ്റെ കഥയ്ക്ക് വേണ്ടിയിട്ട് 2 ആഴ്ച എനിക്ക് പണിയെടുക്കേണ്ടി വന്നു. അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത കാര്യം പറയാനുള്ളത്, ഈ കഥ തയ്യാറാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ 2 ആഴ്ച ചിലപ്പം 20 ആഴ്ച എടുക്കാം, ചിലപ്പം 2 ദിവസം മതി, 2 മണിക്കൂർ മതി. അപ്പം ആ ഒരു നിലവാരത്തിലല്ല ഇത് പറയുന്നത്. എങ്കിലും ഈ 2 ആഴ്ച എന്നെ സംബന്ധിച്ച് എടുക്കുവാൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, അതിൽ പ്രത്യേകിച്ച് ഒരു കാരണമല്ല, എന്നാലും ഒരു കാരണം നോക്കുമ്പോൾ ഇതിലൊരു കാരണത്തിന് സ്കോപ്പുണ്ട്. ചിലപ്പോൾ അത് ഭാവിയിലായിരിക്കും അതിനൊരു സ്കോപ്പ് ഉണ്ടാകുക. എന്തായാലും കാരണം പറയുകയാണ്. അതായത് നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിയുമ്പോൾ ഇതാരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ കാര്യം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പം മുഴുവൻ ബന്ധമൊന്നുമില്ല, അരയും മുറിയും വല്ല ബന്ധം അവിടെ ഇവിടെയൊക്കെ കാണും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം സൂര്യൻ്റെ രശ്മികൾ എൻ്റെ ദേഹത്തോട്ട് വന്ന് അടിച്ചു എന്ന് ഞാൻ എഴുതി വയ്ക്കുമ്പോഴത്തേനും ഉടനെ രശ്മി എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ പിന്നെ രശ്മിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് സൂര്യൻ്റെ രശ്മികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് എഴുതി വെച്ച് വായിച്ച് കഴിയുമ്പോഴത്തേന് ഇപ്പോൾ രശ്മിക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും ഈ സൂര്യൻ്റെ രശ്മികൾ എന്ന് എഴുതിയത് വിഡ്ഢികൾ വായിച്ചു കഴിഞ്ഞിട്ട്, വിഡ്ഢികൾ എന്നുള്ള പ്രയോഗം തെറ്റാട്ടോ, എന്നാലും ഞാനൊരു ആക്കത്തിന് വേണ്ടിയിട്ട് പ്രയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഇവർ വായിച്ചു കഴിഞ്ഞിട്ട് നേരെ രശ്മീനെ പോയി കളിയാക്കും. എന്നാൽ ഈ കളിയാക്കൽ കേൾക്കുന്ന രശ്മി ആലോചിക്കണ്ടേ ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് എഴുതിയെന്ന്, അത് ആലോചിക്കുകയില്ല. എന്നാൽ ഈ ഇത് വായിക്കുന്നവൻ വിചാരിക്കണ്ടേ, അല്ലെങ്കിൽ വായിക്കുന്നവർ വിചാരിക്കണ്ടേ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പൊതുവേ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാറില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സബ്ജക്റ്റിന് ജീവനില്ല എന്നുള്ളതല്ല, ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചല്ലേ, ഞാൻ ഇനിയും 10-20 വർഷം കഴിഞ്ഞ് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിച്ച് എഴുതുകയും പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ, അത്രയൊന്നും ആൾക്കാർ ചിന്തിക്കത്തു പോലുമില്ല. അപ്പോൾ അത് വിടുക. അപ്പോൾ ഈ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഉടനെ സൂര്യൻ്റെ രശ്മികൾ എൻ്റെ ദേഹത്തടിച്ചു. അപ്പോൾ രശ്മി നിന്നെപ്പറ്റി ഇതേ പറഞ്ഞിരിക്കുന്നു, രശ്മി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെന്നാ, ഇനി രശ്മി എന്നാണ് പറഞ്ഞതെന്ന് തന്നെ ഇരിക്കട്ടെ, എന്താണ് പ്രശ്നം? അത് ഞാൻ പറയല്ലേ, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സെൽഫ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊരു ബോധം ഒക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഞാനത് പറയുന്നില്ല. പക്ഷേ എന്നാൽ ഇത് ഒന്നെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ വിചാരിക്കണം ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന്, അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് പറയുന്ന ആളുടെ അടുത്ത് പറയണം, സൂര്യൻ്റെ രശ്മികൾ എൻ്റെ ദേഹത്ത് പതിച്ചു എന്ന് വായിച്ചിട്ട് രശ്മീനെ തപ്പിപ്പോവാണ്. എന്നിട്ട് രശ്മിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അതേ എഴുതി വെച്ചിരിക്കുന്നു പേര്, മൊത്തം നാണക്കേടായിട്ടോ. എന്ത് നാണക്കേട്, എന്താണ് എഴുതി വെച്ചത്? അപ്പോൾ ഇതാണ് ഒരു കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴത്തേനും, ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് കഴിയുമ്പോഴത്തേനും ഇതാണ് ആളുകൾ പറഞ്ഞ വിഡ്ഢിത്തവും, അതുപോലെ തന്നെ പാതി വിഡ്ഢിത്തവും പകുതി ഫാക്റ്റായിട്ടുള്ള കാര്യവും, ഇനി ഫാക്റ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ ആ കാര്യവും, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞ കാര്യം എല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു കാര്യം ആലോചിച്ച് കഴിയുമ്പോഴത്തേനും മനസ്സിലോട്ട് വരും. ഒരു കാലത്തും പേടിക്കണ്ട, ഒരിക്കലും ഒരു യാഥാർത്ഥ്യം അതേപോലെ ഒരു സിനിമയാക്കുവാനോ അല്ലെങ്കിൽ അത് ഷോർട്ട് ഫിലിം ആക്കുവാനോ അത് കഥയാക്കുവാനോ എനിക്ക് കഴിവില്ല. ഞാൻ ആ ഒരു കാറ്റഗറിപ്പെട്ട ആളല്ല. അതുകൊണ്ട് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് അതേപടി എടുത്ത് വയ്ക്കും എന്ന് പേടിക്കണ്ട, അത് ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു കഴിവേ ഇല്ല. അതിനെ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ അവതരിപ്പിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു കാമ്പ് കാണും, അതിൻ്റെ ആശയം ഇങ്ങെടുത്തിട്ട്, ആ സംഭവത്തിൻ്റെ ആശയം ഇങ്ങെടുത്തിട്ട് ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിലോട്ട് ആ ആശയം പുട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണോ അത്. അപ്പോൾ ഇതിനൊക്കെ സബ് ബ്രാഞ്ചസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ 2 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ ഓരോ കഥകൾ ആലോചിക്കുമ്പോഴത്തേനും ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ, ആരെങ്കിലുമായിട്ട് സംസാരിച്ച കാര്യങ്ങളോ, ആരെങ്കിലും എനിക്ക് തന്ന ഉപദേശങ്ങളോ, ആരെങ്കിലും എൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും അഭിപ്രായമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ഇതിൽ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുപോലെ സൂര്യൻ്റെ രശ്മിയോട് സമാധാനം പറയാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാറ്റിക്കളഞ്ഞ് ഇനിയിപ്പോൾ പഴയ കഥകളോ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന എടുത്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആരോഗ്യം പോയി, അതിനെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഇന്നാണ് ഒരു കഥ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഈ കാര്യം എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. ഇത് ഒരാൾക്ക് മാത്രമല്ല, എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവായിട്ട് നിങ്ങൾക്കിത് കേൾക്കുമ്പോഴത്തേനും അറിയാം ഇത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന്. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കൂടെ ചിന്തയിൽ വരേണ്ട കാര്യം കൂടിയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേന് ഇനി ഞാനെങ്ങനെ മുന്നോട്ട് ഒരു കഥ എഴുതും, ഒരു സിനിമ ചെയ്യും? ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണേ, ഇപ്പം ആരെയും വില കുറച്ചും കാണാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പം എങ്ങനെ പറയും അത്? കുറച്ച് സാധാരണ ഗതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അവരുടെ ചിന്താമണ്ഡലത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഭാവിയിൽ അത് റിലീസ് ചെയ്യാൻ നേരത്തെ അതിന് എക്സ്പ്ലനേഷനുകൾ കൊടുക്കേണ്ടി വരുമ്പോഴത്തേനും ഏത് രീതിയിൽ പോകുമെന്ന് കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
ഞാൻ ആരോടും ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഇങ്ങോട്ട് പറയാമെന്ന് പറയാറില്ല. എല്ലാവരും ഇങ്ങോട്ട് വെറുതെ പറയുന്നതാണ്. എന്താണിത് ചെയ്യാന്നുള്ളത്, ഇനി എന്ത് ചെയ്യും? അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും മറ്റുള്ളവരൊന്ന് അറിയണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ പേറ്റൻറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ആശയമോ കഥയോ എന്തെങ്കിലും എനിക്ക് ഒരു പ്രോഡക്റ്റ് ആക്കാം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, എങ്ങനെയാണ് ആരെയും തൊടാതെ ഇപ്പോൾ ഇവിടം വരെ എത്തിയെന്ന് ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇത് കേൾക്കുന്ന ഒരാൾ, ഞാനിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു, എടാ ഇന്ന പോലൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എടി ഇന്ന പോലൊരു കാര്യമുണ്ട്, അതെ ഇന്ന പോലൊരു കാര്യമുണ്ട്. അത് ഞാൻ കേട്ട കാര്യമായിരിക്കും, എൻ്റെ അറിവായിരിക്കും, ഫാക്റ്റായിരിക്കും, അല്ലെങ്കിൽ പാതി സത്യമായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അത് പറയുന്ന ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. കാരണം ഇത് കേട്ട അടുത്ത ആളോട് ചെന്ന് ഇത് അവതരിപ്പിക്കാൻ നേരത്ത് ഏത് പൊട്ടനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പം ഫാക്റ്റ് ആയിരിക്കാം, അത് ആ കേൾക്കുന്ന ആൾക്ക്, കേട്ടിട്ട് അവിടെ പോയി പറഞ്ഞ ആൾക്ക്, അത് മൂന്നാമത് കേട്ട ആൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ പറയുന്ന വിഡിത്തമൊക്കെ അതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും ഇത് പറയുന്ന ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വേണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യം, ഇത് ഞാൻ ഇന്ന പോലൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ന രീതിയിൽ പുറത്തോട്ട് വർക്കൗട്ടായി പോകരുത്. അപ്പോൾ ഇതിൻ്റെ ചില ഏരിയകളെ പറ്റിയൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇത് പുറത്ത് പബ്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയം ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് പറയണം. അപ്പം എന്താണോ നമ്മൾ ഒരാളോട് പറയുന്നത്, ആ പറയുന്ന കാര്യത്തിൽ നമുക്ക് ആധികാരികത ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് 1 കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ആളത് ചെന്ന് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞാൽ 2 പറഞ്ഞു കഴിയുമ്പോൾ ഏത് പൊട്ടനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും, എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് പറയാൻ പറ്റണം തെളിവ് സഹിതം, 1 കഴിഞ്ഞാൽ 2 നമ്മുടെ സംഖ്യാശാസ്ത്രം വെച്ച് അങ്ങനെയാണ്, മാത്തമാറ്റിക്സിൽ അങ്ങനെയാണ് എന്നുള്ളത് തെളിവ് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇത് 1 കഴിഞ്ഞാൽ 4 പറഞ്ഞു കഴിഞ്ഞാലോ, ഈ കേട്ട ആൾ ചിലപ്പം അയാൾക്ക് കണക്കറിയത്തില്ലെങ്കിൽ അയാൾ വിചാരിക്കും 1 കഴിഞ്ഞാൽ 4 ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. കണക്കറിയാവുന്നതിൻ്റെ അടുത്ത്, കണക്കമാഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ഏത് വിഡ്ഢിയാടാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം കണക്കമാഷി ചിലപ്പോൾ ഉറക്കെയായിരിക്കും ചോദിക്കുന്നത്. തീർന്നില്ലേ 1 കഴിഞ്ഞിട്ട് 4 പറഞ്ഞ ആളുടെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം, ഇത് എന്താ പറയുക, ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഒരാളെ ഞാൻ കണ്ടു കഴിയുമ്പോൾ ഇതുവരെ ആരുടെയും പേര് ചോദിച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളും എനിക്കറിയാവുന്നവരും ഞാനുമായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാരുടെ ഒന്നും ഞാൻ പേര് ചോദിച്ച്, ഏതെങ്കിലും NSS ക്യാമ്പിന് പോയപ്പോഴത്തേനും അവിടെ എന്നാ പറയണേ, നല്ല വാചകങ്ങളൊന്നും എൻ്റെ വായിൽ വരുന്നില്ല. അപ്പം ക്യാമ്പിന് പോയി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ജോലി എന്നാന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മോശമാക്കി പറഞ്ഞല്ല, ഒരു സർക്കാസം രീതിയിൽ ഞാൻ പറഞ്ഞ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും അല്ല ഞാൻ ആളുകളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ സംഭവം, ആശയം, അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു എന്തെങ്കിലും ഒരു കോറായിട്ടുള്ള ഒരു അല്പം ബലമുള്ള കാര്യമാണ് 2 ആളുകളെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അത് ഫ്രണ്ട്സ് ആണെങ്കിലും അതെ, ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരുടെയും പേര് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ജോലി, എന്നാൽ എനിക്കും ആ ജോലി സെയിം പിച്ച് എന്ന് പറഞ്ഞ് ആരെയും പരിചയപ്പെട്ടിട്ടില്ല. മൊത്തം വ്യത്യസ്തമായ ആൾക്കാരാണ്. ഓരോരുത്തർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ പറ്റി ഞാൻ പുറത്തു പോയി ഒരാളോട് അന്വേഷിക്കാറുമില്ല. അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇതുവരെ ഇത്രയും വർഷം, എനിക്ക് 28, 29 വയസ്സുണ്ട്. ആരെങ്കിലും പറ്റി ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സമാധാനം പറയുന്നതായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം അങ്ങനെ ചെയ്യില്ലാന്ന്. എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ പറയുന്നതാണ് ഞാൻ എടുക്കത്തുള്ളൂ. എനിക്ക് ആ ആളെ പറ്റിയൊരു ഇതുണ്ടാവും.
അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പോകത്തില്ല. പിന്നെ എനിക്ക് വെളിവുണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ പറ്റി മനസ്സിലാക്കാനുള്ളത്, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ കാര്യത്തെ ചെയ്യുന്നത്. പല ആളുകളും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അത് എന്നെപ്പോലെ അല്ലാത്തവരെ ഞാൻ കുറ്റം പറഞ്ഞതോ കളിയാക്കിയതൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ പേഴ്സണലായിട്ട് ഒരാളുടെ കാര്യം അന്വേഷിക്കാനോ പുറത്ത് പോയി ഒരാളുടെ പേഴ്സണൽ കാര്യം അന്വേഷിക്കാനോ ചെയ്യാറില്ല. എനിക്ക് നേരിട്ട് കാണുമ്പോഴത്തേനും കാര്യം മനസ്സിലാവും. അല്ലാതെ തന്നെ ആൾക്കാർ അവനവൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം അറിയാതെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവത്തില്ലേ, ഞാൻ പറയാത്ത കാര്യങ്ങൾ തന്നെ. അപ്പോൾ അത് തന്നെ, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ അതാണ്. അപ്പോൾ അത് മതി. ഇപ്പോഴത്തെ കാലത്ത് അത് മതി. എല്ലാവർക്കും അവരവരുടേതായ പ്രൈവസി ഉണ്ട്. ആരുടെ അനാവശ്യമായ കാര്യങ്ങളിലോട്ട്, ആവശ്യമുള്ള കാര്യത്തിലോട്ട് പോലും ആരും ഇപ്പം ഇടപെടാറില്ല. കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സഹായം ചോദിക്കുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം തന്നെ ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും എല്ലാവരെ പറ്റി അറിയാം. ഇനി പോയി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ ഞാൻ ഒരാളുടെയും പേഴ്സണൽ കാര്യം അന്വേഷിക്കാറില്ല. അങ്ങനെ അന്വേഷിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ തന്നെ ഞാനുമായിട്ട് ബന്ധമുള്ള ആളുകൾ സേഫായല്ലോ. ആ ഒരു രീതിയിൽ സേഫായിട്ടില്ലേ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നേരത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, ഇത് മറ്റാരെങ്കിലും ബാധിക്കുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയം, അതിലൊന്നും ഒരു കഴമ്പൊന്നും ഇല്ല, എന്നാലും ഞാൻ അങ്ങനെ ശീലിച്ച് വെച്ചിരിക്കുന്നതാണ്. എനിക്കൊരിക്കൽ പോലും അബദ്ധം പറ്റാതിരിക്കാൻ. അങ്ങനെ എന്തായാലും ഉണ്ടെങ്കിൽ ഞാനത് ഇന്ന വ്യക്തിയോട് പോയി കൺസൾട്ട് ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിൽ ഇന്ന പോലൊരു ഏരിയ ഉണ്ട്, അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാനത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ അതിന് ഇന്ന പോലെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അയാൾ അതൊരു പ്രശ്നമാണെന്ന് പറയുകയാണെങ്കിൽ ഞാനത് പിൻവലിക്കും. ഈ രണ്ട് കാര്യവും മെയിനായിട്ട് ഞാൻ ചെയ്താൽ പോരെ? ഇതൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടാകുന്നതിനെ പറ്റി എനിക്കെന്താണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിനി അതിൻ്റെ പുറകെ പോകാൻ പറ്റും? ഞാൻ സമൂഹമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ മനുഷ്യരാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയായിരിക്കും. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അക്കുത്തിക്കുത്താനവരമ്പത്ത് എന്ന ഒരാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും കല്ലേ കുത്ത് കരിങ്കുത്ത്. ഇവൻ പൊട്ടനാ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടനാണോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരമുള്ള ആൾ വിവരമുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചാൽ അതുപോലെ ഞാൻ തിരിച്ച് സംസാരിക്കും. പൊട്ടത്തരം വിഡ്ഢി തരത്തിൽ എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതേ രീതിയിലും തിരിച്ച് സംസാരിക്കും. അത് ആൾക്കാർ എന്നോട് എങ്ങനെ പെരുമാറുന്നോ, ആൾക്കാരുടെ ഭാവം എന്താണ്, അതനുസരിച്ചായിരിക്കും എൻ്റെ തിരിച്ചുകൊള്ളുക. ഇത് അത് കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയി ഞാൻ 10 പേരോട് പെരുമാറി കഴിഞ്ഞാൽ 10ഉം 10 തരമായിരിക്കും. എന്നെ പരിചയമുള്ള 10 ആളുകളെ എടുത്തു നോക്കുക, 10 ആളുകൾക്കും 10 അഭിപ്രായമായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്ക് ഓരോ സ്വഭാവമുണ്ട്. അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ സൗകര്യത്തിന് ഇനി ബാക്കി നിങ്ങൾ 10 പേരും പെരുമാറണമെന്ന് വെച്ചാൽ പറ്റുമോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമാറുന്നത്. അപ്പോൾ 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുള്ളൂ, എൻ്റെ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങനെ വന്ന് സംസാരിക്കണോ? എന്നെ പോലെ ബാക്കിയുള്ളവരും പെരുമാറണമെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എന്നോട് എങ്ങനെ ഇത് ചെയ്യുന്നു അങ്ങനെയാണ് എൻ്റെ ഇതും. ഒരു വിഡ്ഢി എന്നോട് വന്ന് സംസാരിക്കുവാണെങ്കിൽ വിഡ്ഢിത്തരേ ഉള്ളൂ, എൻ്റെ വായിൽ നിന്നും വീഴുകയുള്ളൂ. മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ അതിനനുസരിച്ച് സംസാരിക്കും. ഇനി എനിക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ പരിചയക്കുറവുണ്ട് കേട്ടോ, ഇന്ന കാര്യം അത്ര ശരിയാവില്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്കിത് അറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറാറുണ്ട്. എനിക്കറിവുള്ള കാര്യമാണെങ്കിൽ ഞാനത് ആൾക്കാർ ചിന്തിക്കുന്നതിന് മുമ്പേ എൻ്റെ എല്ലാ കാര്യവും ചെയ്ത് തീർത്തിരിക്കും. അത് പിന്നെ 10-20 കൊല്ലം കഴിഞ്ഞുള്ളൂ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. എൻ്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രഹസ്യം എന്ന് തോന്നുന്ന കാര്യം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറയണ്ട. മനസ്സിലായി? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുന്ന അവസരം വരുമ്പോഴത്തേനും ഞാൻ ഈ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നും എന്നോട് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഇത് ആയിക്കോളൂ. ചിലപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം കാരണമായിരിക്കും പറയുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമില്ല. അപ്പം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പം എന്ത് എഴുതിയാലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സകല ആൾക്കാരുടെ അടുത്ത് പോകാനോ അവരുടെ കാല് പിടിക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക, ഞാനിപ്പോൾ എഴുതുന്ന ആളാണ്, അങ്ങനെ എനിക്ക് എന്നെ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ
നിങ്ങൾ സംസാരിക്കണ്ട. അങ്ങനെ ഒരു ബന്ധം തുടരുന്നതിനോട് എനിക്കും താല്പര്യമില്ല. കാരണം ഞാൻ പിന്നെ ഇത് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഒരു കയ്യോ കാലോ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കത്തില്ല. അത് ആശുപത്രിയിൽ പോയി തുന്നി കെട്ടുക എന്നുള്ളതേ ഉള്ളൂ ചെയ്യാനുള്ളൂ. അല്ലാണ്ട് അതിനെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ങുമ്പോൾ ചോര വന്നുകൊണ്ടിരിക്കുക ഏറ്റവും കുറഞ്ഞ പക്ഷം. അപ്പം അതാണൊരു സംഭവം. ഇതിപ്പം എൻ്റെ മാത്രം കാര്യമല്ല, ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഓരോ പിള്ളേരെയൊക്കെ വെച്ച് പല ആളുകളും പല ഹോളുകളിലൊക്കെ ക്ലാസ് എടുത്തു കഴിയുമ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചുമ്മാ അവിടെ ഓരോ വേട്ടാവളിത്തരങ്ങളൊക്കെ പറയുന്നേക്കാം. ഞാനിപ്പോൾ അത്തരം ഹാളുകളിലൊക്കെ ചെന്നിരിക്കുവാണെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. ഞാനും വിഡിത്തമൊന്നും കേട്ടോണ്ടിരിക്കുകയില്ല. പക്ഷേ ഇതൊക്കെ ഞാനിങ്ങനെ മൂച്ചോടുകൂടി പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. എനിക്കറിയത്തില്ലാത്ത കാര്യമാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അറിയത്തില്ലാത്ത കാര്യമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇനി ഒട്ടും വഴങ്ങാത്ത കാര്യമാണെങ്കിൽ അതിലോട്ട് പോകാതിരിക്കുന്നുമുണ്ട്. ഇതൊക്കെ എൻ്റെ പരിപാടികളെല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്ത് ബോധിപ്പിക്കേണ്ടവരൊക്കെ ബോധിപ്പിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ കിടന്നിട്ട് അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് മുമ്പേ അതിൻ്റെ കോമ്പൻസേഷൻ ഞാൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. അതല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും മൂപ്പിന് ഒരു കാര്യം അങ്ങ് പറയുമല്ല ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ പണിയെടുത്ത് എൻ്റെ നിഗമനം എനിക്കുള്ളതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തോ പറയുന്നത്, നമ്മൾ കുറച്ചുകൂടെയൊക്കെ വിശാലമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 ആൾക്കാരോട് 10 രീതിയിലാണ് പെരുമാറുന്നത്. ഒന്നെങ്കിൽ 10 ആളുകളുടെ സ്വഭാവം പോയി പഠിക്കുക, അല്ലെങ്കിൽ അവനവൻ അറിയില്ലാത്ത കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക. ഇത് രണ്ടും ചെയ്യാനുള്ളൂ. രണ്ടും ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അല്ലാതെ എന്നോട് നീരസം പ്രകടിപ്പിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ 10 ആൾക്കാരോട് 20 ആൾക്കാരാണ് 20 പേരോട് 20 രീതിയിലായിരിക്കും പെരുമാറിയിരിക്കുന്നത്. എന്നെ പരിചയമുള്ള 20 പേരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ ഒരാളോട് ഇടപഴകുന്ന കാലഘട്ടം, അയാളുടെ സ്വഭാവം, എൻ്റെ അന്നേരത്തെ സ്വഭാവം, എൻ്റെ അറിവ്, അയാളുടെ അറിവ്, ആ പൊതു കാലഘട്ടം, ഇതെല്ലാം ബാധിക്കും. ചിലപ്പോൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറിയതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് കുറച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഒരിക്കലും രശ്മിക്ക് ഭയപ്പെടേണ്ടി വരില്ല. ഞാൻ എഴുതി വെച്ചത് ഏതാ, സൂര്യരശ്മികൾ എൻ്റെ ദേഹത്ത് പതിച്ചു എന്ന് എഴുതി കഴിഞ്ഞാൽ നാരോ മൈൻഡഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ലോകം ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞു. ഞാൻ നേരത്തെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞു, ഓൾറെഡി തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓൾറെഡി തന്നെ ആരും പറയാതെ തന്നെ എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അറിയാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താ പറയണേ, പിന്നെ എന്താണെങ്കിലും അപ്പം ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് പേറ്റൻറ്റ് വാങ്ങണം എന്നെനിക്ക് തോന്നുവാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും അറിയിച്ചിരിക്കും. എന്നാൽ ഇതങ്ങ് പോട്ടെ എന്നും കരുതി അങ്ങനെ ലുടുക്കിലായിട്ട് ഞാനൊരു കാര്യം ചെയ്യല്ല. ഞാനൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. അല്ലാണ്ട് അങ്ങ് തള്ളിവിട്ട് കഴിഞ്ഞിട്ട് എന്നാൽ ഇതങ്ങ് എയറിലോട്ട് പോട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ മറിഞ്ഞിരിക്കുന്നില്ല. എയറിലോട്ട് പോയ സാധനത്തിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എനിക്കുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 100 കാര്യം ആലോചിച്ചതിന് ശേഷമാണ് ഒരു കാര്യം പറയുന്നത്. ആ 100 കാര്യം കൂടെ പറഞ്ഞ് ഇനി എല്ലാവരും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ 100ആയിട്ട് അതിൻ്റെ ആ പിന്നിലുള്ള 100 കാര്യങ്ങൾ ചിന്തിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പോരെ. അതുകൊണ്ടാണ് ഈ 100ഉം കൂടെ പറഞ്ഞ് വെറുപ്പിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യമുണ്ട്. അധികം പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട ഒരിക്കലും മറ്റൊരാൾക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ, അപകടകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യണ്ട. ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആളാണ്.
ഇപ്പം ഒരാൾ എനിക്കിട്ടൊരു പാര പണിതു, ഓക്കെ, പാര പണിതിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, ഓക്കെ, വേറെ ആൾക്കാരും എനിക്കിട്ട് പാര പണിയാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ആദ്യം പാര പണിത ആളുടെ ടൂള് തന്നെ മറ്റേ ആൾ ഉപയോഗിക്കും. അപ്പോൾ ഒന്നാലോചിച്ചേക്ക് എന്ത് സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ എന്തോ പറയണം, അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപകടകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യണ്ട. ഞാൻ ഇനിയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കില്ല. എനിക്ക് അത്തരക്കാരുമായിട്ട് സമ്പർക്കം ഇനി മുട്ടിന് എല്ലാം ചെന്ന് ഇനി അനുവാദം ചോദിക്കുന്ന പരിപാടി എനിക്കില്ല, മനസ്സിലായി. കാരണം ഓൾറെഡി തന്നെ അങ്ങനെ അനുവാദം ആവശ്യത്തിൽ കൂടുതൽ ചോദിക്കാനുള്ള മര്യാദ സ്വന്തം ആയിട്ട് പഠിച്ച് അത് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി അതിന് ഒരു ക്ലാസ് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അപകടകരമായിട്ടൊരു കാര്യം തോന്നുകയാണെങ്കിൽ അത് ഞാനുമായിട്ട് പറയണ്ട. പിന്നെ പറയാതിരുന്നിട്ടുള്ള എന്തെങ്കിലും അതിന് കോൺസിക്വൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയാതിരുന്നവർ ഏറ്റണം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ എൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും എന്നുള്ളത് മറക്കരുത്. അപ്പോൾ പേഴ്സണലായിട്ടൊരു കാര്യം അല്ലെങ്കിൽ അപകടമാണ് എന്ന് തോന്നിയ ഒരു കാര്യം ഞാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട. ഇനി അങ്ങനെ മറ്റൊരാൾക്ക് അപകടം വരുത്തുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഏതെങ്കിലും രീതിയിലുള്ള അപകടം എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വരുവാണെങ്കിൽ ഞാനത് അയാളെ ഇൻഫോം ചെയ്യും. ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ഞാൻ അപകടമുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാനത് ഒറ്റയ്ക്കേ ചെയ്യാറുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ എന്തോ പറയണേ, ഒരിക്കലും ഒരാളെ കൊണ്ട് ഞാൻ റിസ്ക് പോലും ഞാൻ എടുപ്പിക്കാറില്ല. അപ്പോൾ അതങ്ങനെയാണ്. എനിക്ക് മറ്റൊരാൾക്ക് വില കൊടുക്കുന്ന ആളാണ് ഞാൻ. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമപ്പണിയല്ല. ഈ പട്ടിക്ക് എല്ലും കഷ്ണം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന പോലെ ആ പരിപാടിയല്ല. മറ്റൊരാളെ ജീവിതത്തിന് വില കൊടുക്കുന്ന ആളാണ് ഞാൻ, മനസ്സിലായോ? ഞാൻ ദുഃഖത്തിലിരിക്കുമ്പോഴും മറ്റൊരാളും എന്നാൽ എൻ്റെ ദുഃഖത്തിൽ പങ്കു ചേരട്ടെ എന്ന് കരുതി എൻ്റെ പണി തന്നെ അയാൾക്ക് മേടിച്ചു കൊടുക്കുന്ന ആളല്ല ഞാൻ ദുഃഖത്തിലിരുന്നാലും ബാക്കി എല്ലാവരും സന്തോഷിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ തെളിവ് സഹിതം എൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ കാര്യം. കാരണം ഞാൻ വായ്ത്താളം പറയുകയല്ല, ചെയ്തു വെച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ അനുഭവിച്ച ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു റിസ്കിൽ ചെന്ന് പെട്ടു, എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളോട് ഞാൻ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ആ കാര്യം ചെയ്യുവാണെങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചിട്ടുണ്ട്, ആ റിസോഴ്സസ് നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക എന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാണ്ട് ഞാൻ പോയി തല്ലി മേടിച്ചിട്ടോ നീ അങ്ങോട്ട് എന്ന് ഞാൻ മേടിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയി തല്ല് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇങ്ങാനും ചെയ്യുവാണെങ്കിൽ ഇന്ന പോലെ തല്ല് കിട്ടാണ്ടൊന്ന് ചെയ്തോ എന്ന് ഞാൻ പറയും, അല്ലെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പോയി തല്ല് മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി അത് തല്ല് കൊള്ളിത്തരം ആയിട്ടുള്ള കാര്യമുണ്ട്. അത്തരം കാര്യങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. തല്ലുകൊള്ളിത്തരം അത് വേറെയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു വശമാണ് പറയുന്നത്, തല്ലുകൊള്ളിത്തരത്തിൻ്റെ കാര്യമില്ല പറയുന്നത്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യമാണെങ്കിൽ, അപകടം തോന്നിക്കുന്ന കാര്യമാണെങ്കിൽ, ഞാൻ ട്രാൻസ്പെറൻ്റ് ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട. പക്ഷേ ആ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോണം. ഞാനൊരിക്കലും ഒരാൾക്കും പ്രശ്നമാകുന്ന കാര്യം ചെയ്യത്തില്ല. എനിക്കറിയാം എങ്ങനെയാണ്. ഞാൻ സമൂഹത്തിൽ ട്രാൻസ്പെറൻ്റായിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ എനിക്കറിയാം ഒരു കാര്യം സമൂഹത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വർക്കാവുന്നു, എന്ത് അതിന് കോൺസിക്വൻസസ് എന്നാ വാക്കെന്നുള്ള ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ തെറ്റിപ്പോയി. എന്തായാലും ആ സാധനം ആ സാധനം എന്താണ് അതിന് മറുപടി ഒരു സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുക എന്ന് വെച്ചാൽ എനിക്കറിയാം. അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അറിയാം. സ്വന്തമായിട്ടൊരു ബ്രാൻഡാകാൻ വേണ്ടി നിൽക്കുന്ന, ബ്രാൻഡെന്ന് വെച്ചാൽ ബ്രാൻഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറയുകയാണ്, സ്വന്തമായിട്ടൊരു ബ്രാൻഡാകാൻ വേണ്ടി നിൽക്കുന്ന എനിക്ക് എത്രത്തോളം എനിക്ക് സമൂഹത്തെപ്പറ്റി അറിവുണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത്ര നിസ്സാരക്കാരനല്ല എന്ന് ഞാൻ ഒരു വിധേന പറഞ്ഞുകൊള്ളട്ടെ.
എന്ന് വെച്ചാൽ ആരും മോശമാണെന്നുള്ളതല്ല, അത്ര നിസ്സാരക്കാരനല്ല എന്ന് ഓർമ്മിക്കുകയെങ്കിലും ചെയ്തുകൂടെ? എനിക്കറിയാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇതെന്നുള്ളത്. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞത് അഗ്രസീവായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് അഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ പറയാതെ കുറഞ്ഞ വാചകങ്ങളിൽ കാര്യം കൺവേ ആവുമെന്ന് ഉള്ളതുകൊണ്ടാണ്. ഞാൻ അഭിനയിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ വാചകങ്ങളിൽ ഭാവം കൈമാറാനും കൂടെ പറ്റും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അഗ്രസീവായിട്ട് പറഞ്ഞത്. അതല്ലാണ്ട് വേറെ ഒന്നും ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എനിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഞാനിത് പൊതുവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നാളെ ഓരോരുത്തർമാർ വീഡിയോ ആയിട്ട് ചെയ്യുന്ന കാണാം. നിങ്ങൾ നോക്കിയോ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള, ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഓരോരുത്തർ ചെയ്തുകൊണ്ട് നടപ്പുണ്ട്. അതിനെല്ലാം നല്ല അപ്രിസിയേഷനും കിട്ടുന്നുണ്ട്. അന്നൊക്കെ എന്ത് കളിയാക്കലുകൾ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ആൾക്കാർ ഇനം തിരിച്ച് വീഡിയോ ചെയ്യുകയും അതെല്ലാവരും കൂടെ കേട്ട് അതിൻ്റെ ശകലങ്ങൾ എനിക്ക് ഫോർവേഡ് ചെയ്യുന്നതും കാണാം, അല്ലെങ്കിൽ എന്നോട് വന്ന് പറയുന്നതും കാണാം. അന്നും പല ആളുകളും കാണും, ഇവോണേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞുകൊണ്ട്. കാരണം ഞാൻ എന്നാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയത്തു പോലുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നോടെ പറയുകയാണ്, വീണ്ടും വീണ്ടും ഒന്നി പറയുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്യണ്ട. അത് ഷെയർ ചെയ്യാത്തതും അതിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെ ആ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ആവശ്യമുള്ള കാര്യം പോലും അന്വേഷിക്കാറില്ല. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ കൂടി A to Z കാര്യം, ആരും ചിന്തിക്കാത്ത കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരിക്കലും ഒരാൾക്കൊരു ത്രട്ടൺ എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെ പോലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ആർക്കും പിടികിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ അത് ത്രട്ടണായിട്ട് ഒരാൾക്കെതിരെ അത് വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലായിട്ട് വേണ്ടേ വളച്ചൊടിക്കാൻ. അതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കൊല്ലം കുറേ പിടിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും ഞാൻ ഒരാൾക്ക് മോശം ഏതെങ്കിലും തരത്തിലാകുന്ന, അത് ഞാൻ പൊതുവായിട്ടുള്ള എൻ്റെ തത്വസംഹിതകൾ അനുസരിച്ചും കൂടെയല്ല ഞാൻ മറ്റൊരാളെ വിലയിരുത്തുന്നത്. ഒരാളുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അയാൾ ജീവിക്കുന്ന നിലവാരത്തിൽ വെച്ച് അയാൾക്ക് കുഴപ്പമുണ്ടാവുമെങ്കിൽ അത് ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നാൽ ആ നിലവാരത്തിലല്ല ബാക്കിയുള്ളവരോട് ഞാൻ പെരുമാറുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാറുണ്ട്. അതെൻ്റെ ഒരു വൈകല്യമായിട്ട് ഒരിക്കലും കണക്കിലെടുക്കരുതേ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. താങ്ക് യു.